ചങ്ങനാശ്ശേരി മോസ്കോയിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. മല്ലികയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അനീഷ് അറസ്റ്റിൽ. ഭാര്യയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് അനീഷ് പോലീസിനോട് സമ്മതിച്ചു. ഗോകുൽ രമേശ് ഉണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? കഴിഞ്ഞ ഏപ്രിൽ മാസം 28-ന് രാവിലെയാണ് ചങ്ങനാശ്ശേരി മാടപ്പള്ളി മോസ്കോയിൽ വീടിനുള്ളിലെ മുറിയിൽ മല്ലിക എന്ന് പറയുന്ന വീട്ടമ്മയെ മരിച്ച നിലയിൽ കാണപ്പെടുകയുണ്ടായത്. അന്ന് തന്നെ ഇവരുടെ ഭർത്താവായിട്ടുള്ള അനീഷിനെ തൃക്കൊടിത്താനം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ മല്ലിക ആത്മഹത്യ ചെയ്തതാണ്, സ്വയം കഴുത്ത് മുറിച്ചതാണ് എന്നൊക്കെയായിരുന്നു അന്ന് അനീഷ് മൊഴി നൽകിയിരുന്നത്. തുടർന്ന് അതിനുശേഷം പോലീസ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ബാക്കി അന്വേഷണങ്ങൾ പുരോഗമിക്കവെയാണ് ഇത്തരത്തിൽ അതൊരു കൊലപാതകമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് തൃക്കൊടിത്താനം പോലീസ് എത്തിച്ചേർന്നത്. അതായത് ഈ പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്ത് ഞെരിച്ച് അല്ലെങ്കിൽ കഴുത്തിന് ആഘാതമേറ്റിട്ടുണ്ട്, കഴുത്ത് ഞെരിച്ച് ഉള്ള മരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് തൃക്കൊടിത്താനം പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്തതിനു ശേഷമാണ് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നത്. അതായത് അനീഷ് തന്നെ സമ്മതിച്ചു, താൻ കഴുത്ത് ഞെരിച്ച് ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഈ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ആത്മഹത്യയായിരുന്നു ചെയ്തതെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കത്തി ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ മുറിവുണ്ടാക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്നും അയാൾ പോലീസിനോട് മൊഴി നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും താനും ഭാര്യയും തമ്മിൽ വഴക്കിൽ ഏർപ്പെടുകയായിരുന്നു എന്നും അന്ന് ഈ സംഭവം നടന്നപ്പോൾ താൻ മദ്യലഹരിയിലാണ് ഇതൊക്കെ ചെയ്തത് എന്നും പോലീസിനോട് അനീഷ് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇയാളെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കി അന്വേഷണ നടപടികൾ ഇനിയും ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിൽ നിന്നും അടക്കം മൊഴിയെടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഇത്തരത്തിൽ കൂടുതൽ എന്തെങ്കിലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള അന്വേഷണ നടപടികളും ഇതിനോടനുബന്ധമായി തന്നെ പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അനീഷ് കുറ്റസമ്മതം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ ഇപ്പോൾ റിമാൻഡിലാക്കിയിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി മോസ്കോയിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിലായിരിക്കുന്നു. അദ്ദേഹം കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.